ഹായ് ഹലോ. ഇത് ഞാൻ കഴിഞ്ഞ മാസം എടുത്ത വീഡിയോ ആണ്. വിഷുവിൻ്റെ തലേക്കും തലേദിവസമായിട്ട് വീടൊക്കെ ക്ലീൻ ചെയ്യണമെന്നുള്ള ഒരിതുണ്ടായിരുന്നു. റൂമും ഹോളും ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം കിച്ചൺ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏട്ടൻ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. കിച്ചണിലെല്ലാം രാവിലത്തെ ജോലിയൊക്കെ എൻ്റെ 9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ തീരും ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഏട്ടന് ആഹാരം കൊടുത്ത് ഏട്ടനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യങ്ങളുള്ളൂ. പിന്നെ കാശി എണീച്ച് കഴിഞ്ഞാൽ കാശിയുടെ കാര്യങ്ങൾ നോക്കണം, അതൊക്കെ ഉള്ളൂ. ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഉള്ള ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമേ കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട് പോകത്തുള്ളൂ. കാരണം അതിനിടയ്ക്ക് കാശിയില്ല എണീച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. രാവിലെ എണീച്ചപ്പോഴേ ചെറിയൊരു തൊണ്ടവേദനയുണ്ട്, പക്ഷെ ഞാനത് കാര്യമാക്കിയില്ല. പിന്നീട് ചൂട് വെള്ളം ഉപ്പിട്ടൊക്കെ പിടിച്ച് നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. കുറച്ച് നേരം കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പകുതിയൊക്കെ ആയപ്പോഴേക്കും കുറച്ചുകൂടെ തൊണ്ടവേദന കൂടുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ക്ലീനിങ് തുടങ്ങി വെച്ചുകൊണ്ട് എന്തായാലും തീർത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് വിചാരിച്ച് എല്ലാം ചെയ്തു. കാരണം മേടിച്ചുകൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അതേപോലെ പാക്കിൽ തന്നെ ഇരിക്കുകയാണ്, അതെല്ലാം തട്ടി വെച്ചു. പിന്നെ മെയിനായിട്ട് ഈ ഡ്രോയറാണ് എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ബാക്കിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചുകൊണ്ടുവന്നതെല്ലാം ഓരോ പാത്രത്തിൽ തട്ടിയിട്ടു. എൻ്റെ വീഡിയോസ് ലോങ് വീഡിയോ ഞാൻ ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഏട്ടൻ്റെ ബർത്ത്ഡേയുടെ. അപ്പോൾ അതെല്ലാം കണ്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്തായാലും ആ ബ്രൗണി കേക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വേറൊരു കേക്കും കൂടെ ഉണ്ട്, അത് ഞാൻ എന്തായാലും ഇടാം. ഞാൻ കാശിയുടെ ബർത്ത്ഡേക്ക് ഞാൻ ചെയ്തതാണ്. അതും സിമ്പിളാണ്, പക്ഷേ ബഡ്ജറ്റ് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷെ ഞാനത് എന്തായാലും ഉറപ്പായിട്ടും ഇനിയൊരു എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഇടാം കേട്ടോ. ചേട്ടൻ്റെ ഇതിൽ അതാണ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എൻ്റെ ബഡ്ജറ്റ് അതില്ലാത്തത് കൊണ്ട് ഞാനിത് ചെയ്തു. പിന്നെ ഞാൻ ഗ്യാസ് എപ്പോഴും മൂടിയിടും, സിലിണ്ടർ. കാരണം കാശി വന്ന് അതിൽ ഇടയ്ക്കിടയ്ക്ക് കളിക്കും, അതിൽ പിടിച്ച് തിരിക്കും. പിന്നെ ഏകദേശം പകുതി ആയപ്പോഴേക്കും കാശി എണീറ്റു. പിന്നെ കാശിക്ക് കുറുക്കൊക്കെ കൊടുത്ത് കുളിപ്പിച്ചു. അവനോട് കുറേ സമയം കളിച്ചു. അപ്പോഴേക്കും എനിക്ക് നല്ല തൊണ്ടവേദന കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചു. കട്ടൻ ചായ കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ്. ആ തൊണ്ടവേദന ആയിട്ടിരിക്കുന്ന സമയത്ത് എത്ര കുടിച്ചാലും എനിക്ക് മതിയാകത്തില്ല കട്ടൻ ചായ. പിന്നെ ഉച്ചയൊക്കെ ആയപ്പം എനിക്ക് കഞ്ഞി കുടിക്കാൻ തോന്നി, കാരണം നല്ല വേദന ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ പയറും കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു. കഞ്ഞി കുടിച്ചപ്പോൾ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം കിടക്കാൻ നോക്കി, പക്ഷേ എനിക്ക് കിടക്കാൻ പറ്റില്ല. മൂക്കൊക്കെ നല്ലോണം അടയുന്നുണ്ടായിരുന്നു. മരുന്നൊക്കെ കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഒട്ടും പറ്റുന്നില്ല. കാശി ഉറക്കമായിരുന്നു, ഉറക്കത്തിലായിരുന്നു കാശിയുടെ കൂടെ കുറേ സമയം കിടന്നു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. പിന്നെ ഞാൻ എഴുന്നേറ്റ് ആവി പിടിച്ചപ്പം കുറച്ചൊരാശ്വാസമുണ്ട്. അപ്പോഴേക്കും കാശി എണീച്ചായിരുന്നു. അതൊക്കെ പിടിച്ച് എങ്ങനെയെങ്കിലും ഇത് കുറയ്ക്കണം. പിറ്റേ ദിവസം വിഷു ആയതുകൊണ്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷേ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റി. ഇതായിരുന്നു അവസ്ഥ. പിന്നെ കാശിക്ക് ചോറൊക്കെ കൊടുത്തു. പക്ഷേ ആഹാരം കൊടുക്കാൻ തന്നെ 1/2 മണിക്കൂർ വേണം. അതിൻ്റെ പുറകേ നടന്ന് കേൾക്കണം. പക്ഷേ അന്നത്തെ ദിവസം എന്തോ എനിക്ക് വയ്യ, ഒരിടത്ത് അടങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പം മര്യാദയ്ക്ക് ഒരിടത്ത് അടങ്ങിയൊക്കെ ഇരുന്നു കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ.